ശകുനമറിയാത്തവൻ ചെന്നറിയും എന്ന് പറയാറുണ്ട് പണ്ടുള്ളവർ, അല്ലേ? പണ്ടുള്ളവർ എന്ത് കാര്യത്തിന് പോകുന്നതിന് തൊട്ട് മുമ്പും ശകുനം നോക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ശകുനം, ഏതാണ് ശകുനം എന്ന് പലർക്കും തിരിച്ചറിയില്ല. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കുടം വെള്ളമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ പശുക്കുട്ടിയെ കാണുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ശകുനം, നല്ല ശകുനം എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും എന്താണ് ശകുനം? ശകുനം ബാധിക്കാത്ത സമയങ്ങളും ഉണ്ട്. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളൊരു ഒരു കാര്യത്തിന് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് നടന്നിരിക്കും. അതായത് പ്രകൃതി നമുക്ക് നൽകുന്ന സൂചനയാണ്. നമുക്ക് തന്നെ ഒരു ശകുനത്തെ നിർത്തി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്വമേധയാ സംഭവിക്കപ്പെടണം അത്. മനസ്സിലായോ? അതാണ് ശരിക്കും ശകുനം എന്ന് പറയുന്നത്, അല്ല നമ്മൾ നിർത്തുന്നതല്ല. നമസ്തേ രുദ്രധാര. നമ്മൾ ഇന്ന് പറയുന്നത് പല കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും അത് നടക്കാതെ വിഷമിച്ച് തിരിച്ചു വരുന്ന ഒരവസ്ഥ, അതിനെക്കുറിച്ചാണ്. അതിന് ഈ ശകുനശാസ്ത്രവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ശകുനമറിയാത്തവൻ ചെന്നറിയുമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സമയവും എല്ലാ ദിവസവും നല്ലതൊക്കെ തന്നെയാണ് എങ്കിൽ പോലും ചില സമയങ്ങൾ നിഷിദ്ധമാണ് എന്ന് പറയുന്നു. നമ്മളെപ്പോഴും ഒരു നല്ല കാര്യത്തിന് ബുധനാഴ്ച തിരഞ്ഞെടുക്കാൻ പാടില്ല. ബുധനാഴ്ച പുലിയും പുറപ്പെടില്ല എന്നൊരു ചൊല്ലും കൂടിയുണ്ട്. അപ്പോൾ അത് നടക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് തൊട്ട് മുമ്പ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് എന്താണ് നല്ല ശകുനം എന്നൊന്ന് നോക്കാം. ഏതൊക്കെയാണ് നല്ല ശകുനങ്ങൾ എന്ന് പറയുന്നത്? ഒറ്റ ശൂദ്രനെ കാണുന്നത്, നമ്മളൊരു വഴിക്ക് പുറപ്പെടുമ്പോൾ ഒറ്റ ശൂദ്രനെ കാണുന്നത് നന്നായിരിക്കും. ഒറ്റയ്ക്കൊരാളെ. ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജാതി അല്ല കേട്ടോ. ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവകൻ എന്നാണ് അർത്ഥം. സേവ ചെയ്യുന്നവർ, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നവൻ എന്തു ആയിക്കൊള്ളട്ടെ, അവനാണ് ശൂദ്രൻ. ഒറ്റയ്ക്കൊരു മനുഷ്യൻ. മനസ്സിലായി? സേവകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഒറ്റ ശൂദ്രൻ. 2, ഇരട്ട ബ്രാഹ്മണൻ. ഇരട്ട ബ്രാഹ്മണൻ കാണുന്നത് നല്ലതാണോ? ഈ ഇരട്ട ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ പൂണൂരിട്ട നമ്പൂരി അല്ല എന്നും കൂടി അർത്ഥമാണ്. ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണ, അറിവുള്ളവനെ കാണുന്നത് നല്ലതാണ്. നിങ്ങളെ പഠിപ്പിച്ച ഗുരുനാഥനെ കണ്ടാലും മതി. ഇരട്ട ബ്രാഹ്മണൻ, അത് ഒരാളല്ല 2 പേരായിരിക്കണം. പക്ഷെ അവർ അങ്ങനെ ഉള്ളവരും കൂടെ ആയിരിക്കണം കേട്ടോ. അടുത്തത് മണ്ണ് കാണുന്നത് നല്ലതാണ്. യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ മണ്ണ്, ഇപ്പം ലോറിക്കകത്തൊക്കെ മണ്ണ് കൊണ്ടുപോകുന്നതാണതില്ല, മണ്ണ് കാണുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശവം കാണുന്നത്, അല്ലേ? ശവം കാണുന്നതും വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും മോർച്ചയുടെ മുമ്പിൽ നിൽക്കുന്ന ആളെന്ന്. അപ്പോൾ അയാൾക്ക് എന്നാലും വരുമാനമില്ലേ? അപ്പോൾ അതുപോലെ കത്തുന്ന തീയ് നല്ലതാണ്. ചിതയല്ല കേട്ടോ. കത്തുന്ന തീ കാണുന്നത് അഗ്നിയെ ശുഭസൂചകമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് വേശ്യാസ്ത്രീയാണ്, അല്ലേ? ഇനി ഒരു സ്ത്രീയെ കാണുമ്പോൾ ചെന്ന് ചോദിക്കാൻ പറ്റുമോ? അത് ഇല്ല. അപ്പോൾ വേശ്യാസ്ത്രീയെ കാണുന്നതും നല്ലതാണെന്ന് പറയപ്പെടുന്നു. അടുത്തത് ആനയാണ്. ആനയെ കാണുന്നതും ശുഭമാണ്. അതുപോലെ കാള, കയറിട്ട കാള കാണുന്നത് നല്ലതാണ്. ചിലർ പറയാറുണ്ട് കാള കൊള്ളില്ലാന്ന്. കാളയെ കാണാം, കയറിട്ട കാളയെ കാണുന്നത് നല്ലതാണ്. പശു. അപ്പോൾ ഏതൊക്കെയാണ് നല്ലതെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ നല്ലത്. അല്ലെ പാലും കുടമൊന്നും അല്ല, പാലും കുടവും നിറകുടവും ഒന്നും അല്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഒറ്റശൂദ്രൻ, ഇരട്ട ബ്രാഹ്മണൻ, മണ്ണ്, ശവം, കത്തുന്ന തീയ്, വേശ്യാസ്ത്രീ, ആന, കയറിട്ട കാള, പശു. ഇതാണ് ഏറ്റവും നല്ല സൂചന. പോകുന്ന കാര്യം ഉറപ്പായിട്ടും സാധ്യമാകും എന്ന് ശകുനശാസ്ത്രം വെളിപ്പെടുത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതിനെ കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ, ഇനി പറയാൻ പോകുന്നതിനെ കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പിച്ചു വെച്ചോളൂ, അടിവരയിട്ട് എഴുതിക്കൊള്ളൂ, നടക്കില്ല. ചെരുപ്പ് തേയുന്നത് മാത്രം മിച്ചം. എന്ത് നല്ല കാര്യത്തിനും കേട്ടോ. അത് ഒന്ന് വെണ്ണീർ. ഈ വെണ്ണീർ എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? ചാരമില്ലേ, ചാരം. അതിനെ വെണ്ണീർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വെണ്ണീർ കണ്ടിട്ട് പോകുന്നത് നല്ലതല്ല. അതാ ഞാൻ എപ്പോഴും പറയാറുള്ളത്, വീടിൻ്റെ മുമ്പിലിട്ട് കരിയില കത്തിക്കരുതേ എന്ന്. മനസ്സിലായോ? നമ്മളിത് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഈ വെണ്ണീറാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അതുപോലെ തെക്ക് വശത്തോട്ട് കത്തിക്കരുത് കേട്ടോ. അവിടെ വിറക് കൂട്ടിയിടാനും പാടില്ല. അപ്പോൾ രണ്ടാമത് കാണുന്നത് വിറക് കണ്ടിട്ട് പോകുന്നതും ശുഭമല്ല എന്ന് പറയുന്നു. അതിനോട് ചേർത്താണ് മരം വെട്ടുകാരൻ്റെ കേസ് നമ്മളങ്ങ് പറഞ്ഞത്, ശകുനം നല്ലതെന്ന് അല്ലാന്ന്. അതിനകത്തൊന്നും ഒരു അർത്ഥമില്ല. വിറക് കാണാൻ പാടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. കഴുതയെ കാണുന്നത് നല്ലതല്ല. ഒറിജിനൽ കഴുതയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കഴുതയെ കാണുന്നതും നല്ലതല്ല. ഇവിടെ ഒന്നും അതില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പം ഇല്ല. അതുപോലെ ചൂലുമുറം പോത്ത്, ചൂല് കണ്ടിട്ട് പോകാൻ പാടില്ല. മുറം കണ്ടിട്ട്, പാറ്റുന്ന മുറം ഇല്ലേ, അരിയൊക്കെ പാറ്റുന്ന മുറം കണ്ടിട്ട് പോകാൻ പാടില്ല. ശകുനമാണേ. പോത്ത്
ഈ പോത്തെന്ന് പറഞ്ഞാൽ ഇനി എന്തുവെന്നറിയാമോ? എരുമയുടെ ആൺവർഗമാണ് പോത്ത് കേട്ടോ. മറ്റേത് കാളെ കാണുന്നത് നല്ലതാ, പശുവിൻ്റെ ആൺവർഗം. ഇത് എരുമയുടെ ആൺവർഗം പോത്ത്. അതിനെ കാണുന്നത് നല്ലത് അല്ല എന്ന് പറയുന്നു. അതുപോലെ അംഗഹീനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികലാംഗൻ എന്ന അർത്ഥം, അംഗവൈകല്യം വന്നവരെ കാണുന്നതും ഉചിതമല്ല, നല്ലതല്ല. വിധവയെ കാണുന്നത് ശരിയല്ല. അവസാനത്തത് പൂച്ച. നമ്മൾ ഈ പൂച്ച കുറുക്കി അടിയാൽ എന്ന് പറയാറില്ലേ? അതിനകത്ത് ഒരു കാര്യമില്ല, വെറുതെ പറയുന്നു. പക്ഷേ ശകുനം നിൽക്കാൻ പാടില്ല. പൂച്ച നമ്മളൊരു വഴിക്കിറങ്ങുമ്പോൾ അത് കയറി വരുന്നത് നടക്കില്ല, പോകുന്ന കാര്യം നടക്കത്തില്ല മോനെ, വെറുതെ പൈസ കളയണ്ട എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അല്ലാതെ വലിയ പണി നിങ്ങൾക്ക് അവിടെ കിട്ടുമെന്നല്ല പറയുന്നത്, പോകുന്ന കാര്യം സംഭവിക്കത്തൊന്നുമില്ല, എന്തിനാ വെറുതെ കാശ് കളയുന്നത്, ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇത്രയുമാണ് ദുശകുനങ്ങൾ. നല്ല ശകുനങ്ങൾ പറഞ്ഞു, ദുശകുനങ്ങൾ പറഞ്ഞു. ദുശകുനങ്ങൾ ഒന്നുകൂടെ പറയാം: വെണ്ണീർ, വിറക് കഴുത, ചൂലുമുറം പോത്ത്, അംഗഹീനൻ, അതുപോലെ തന്നെ വിധവ പൂച്ച. ഇത്ര ഉള്ളൂ ദുശകുനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ബുധനാഴ്ച, ഞാൻ പറഞ്ഞു ബുധനാഴ്ച പുലിയും പുറപ്പെടില്ല. നല്ല കാര്യങ്ങൾക്ക് ബുധനാഴ്ച പോകരുത്, ബുധനാഴ്ച പോകരുത്. പ്രത്യേകിച്ച് വടക്കോട്ടുള്ള യാത്ര, ബുധനാഴ്ച ദിവസം വടക്കോട്ട് യാത്ര ചെയ്യാൻ പാടില്ല. ഇനി ഏതൊക്കെ ദിവസമാണ്? പിറന്നാൾ ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യരുത്. പിറന്നാൾ ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യരുതെന്ന് വെച്ചാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പിറന്നാൾ ദിവസം ആക്കരുത്. അതിനുവേണ്ടി അന്ന് ഇറങ്ങി പുറപ്പെടരുത്, അതേ പറയുന്നുള്ളൂ കേട്ടോ. അതുപോലെ മൂന്നാം നാൾ, നിങ്ങളുടെ നാൾ കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാം നാളിലും ഇത് പാടില്ല. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പം ഇതിനും പ്രതിവിധി പറഞ്ഞിരിക്കുന്നു. എന്താണെന്നറിയോ? നിങ്ങൾക്കൊരു ശകുനവും നോക്കേണ്ട കാര്യമില്ല. ഉദയത്തിന് മുമ്പാണ് പുറപ്പെടുന്നത് എങ്കിൽ, നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ പിറന്നാളാണ്, പക്ഷെ നിങ്ങൾക്ക് നാളെ നല്ലൊരു കാര്യത്തിന് പോകണം, ഉദയത്തിന് മുമ്പ് ഇറങ്ങുക, സൂര്യോദയത്തിന് മുമ്പ് ഇറങ്ങുക. എന്ത് ശകുനം വന്നാലും ഒരു കുഴപ്പമില്ല. പൂച്ച വന്നാലും കുഴപ്പമില്ല, പോത്ത് വന്നാലും കുഴപ്പമില്ല, കഴുത വന്നാലും കുഴപ്പമില്ല, ആര് വന്നാലും കുഴപ്പമില്ലെന്ന് ഇതിനാൽ ബോധ്യപ്പെടുത്തുന്നു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ശകുനത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് പറയുകയാണ്, നമ്മൾ സാധാരണ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വീട്ടിലെ സ്ത്രീകൾ വീട്ടിൽ നിന്നും പുറത്ത് പോകാറില്ല, പുറത്ത് പോയി തങ്ങാറില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും തിരിച്ച് അന്നേ ദിവസം തിരികെ വീട്ടിലേക്ക് വരണം എന്ന് പറയും. ഇതിനൊരു കാരണമുണ്ട്. നമ്മൾ അന്നേ ദിവസം വീട്ടിൽ നിന്ന്, സ്ത്രീകളുടെ കാര്യം മാത്രമാണ് കേട്ടോ, പുരുഷന്മാരെ ഇത് ബാധിക്കുന്നില്ല. സ്ത്രീകൾ അന്നേ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീയെ പൊതുവെ കണക്കാക്കുന്നത് മഹാലക്ഷ്മി ആയിട്ടാണ്, വീടിൻ്റെ മഹാലക്ഷ്മി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ സ്ത്രീത്വം, വീട്ടിലെ സ്ത്രീത്വം, അത് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകും എന്നാണ് പറയുന്നത്. പക്ഷെ ചെന്ന് കയറുന്നിടത്ത് നല്ലതാണ്. ഇപ്പം നമ്മളൊരു വീട്ടിൽ വഴക്കിട്ടാൽ പോലും, ഈ കെട്ടിയവൻ്റെ വീട്ടിൽ വഴക്കിട്ടാൽ പോലും അന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകരുത് കേട്ടോ, ഭയങ്കര ദോഷമാണത് ആ വീട്ടുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് നല്ല സ്ത്രീകളുടെ കാര്യമാണ് എന്നുകൂടി പറയുന്നു കേട്ടോ. എല്ലാം പറയണമല്ലോ, പറയുമ്പോൾ എല്ലാം പറയണം. ഇപ്പോൾ സൈനൈഡ് കൊടുത്ത് കൊന്നവരെയും നമുക്ക് സ്ത്രീയുടെ കൂട്ടത്തിൽ കണക്കാക്കാൻ പറ്റുമോ? അപ്പോൾ കയ്യിലിരിപ്പാണ് ബഹുമാനം എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കാമെന്ന് ഞാൻ പറയത്തില്ല. കയ്യിലിരിപ്പ് നല്ലതാണോ എങ്കിൽ അവിടെ സ്ത്രീ നോക്കണ്ട, പുരുഷൻ നോക്കണ്ട, ഒന്നും നോക്കണ്ട, ബഹുമാനം കൊടുക്കുക. അപ്പോൾ അതുപോലെ ഈ ഒരു പെൺകുട്ടി അന്നത്തെ ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പാടില്ല. അവൾ മഹാലക്ഷ്മി ആയിരിക്കണമെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. പോയാലും അന്ന് തന്നെ തിരികെ വരണം, തങ്ങരുത് എവിടെയും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, അതുപോലെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് അവർ വരുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക? അവർക്കും കൂടെ ഭക്ഷണം വേണമെന്ന് ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കും. ചിലർ കഴിക്കും, ചിലർ കഴിക്കില്ല, ഓക്കെ. പക്ഷേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഇറങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരാണെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോകാൻ പാടില്ല. ഭയങ്കരമായിട്ടുള്ള ദോഷമാണ് അത്. ഇനിയെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വടക്ക് ഭാഗങ്ങളിലൊക്കെ ഇത് വളരെ വ്യക്തമായിട്ടുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ടേ അവരെ പോകാൻ സമ്മതിക്കത്തുള്ളൂ. അതായത് വരുന്നവർക്ക് കൊടുക്കുമെന്നല്ല, നമ്മൾ കഴിച്ച് തീർന്ന ഇലയെടുത്ത് മാറ്റിയതിന് ശേഷമേ ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്ത് പോകാവൂ. ഇത് ഇത് ലക്ഷണശാസ്ത്രമല്ല, ഇത് അതിലും വലിയൊരു സത്യമാണിത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കാരണവശാലും ഇറങ്ങിപ്പോരുത്, ആ വീടിനാണ് ദോഷം. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചൊവ്വയും വെള്ളിയും സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ
തങ്ങരുത്, തിരികെ അന്ന് തന്നെ വീട്ടിലേക്ക് വരണം. നമ്മൾ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പറയാറില്ലേ, എന്താണ് സമ്പത്തും കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ ഒരു ശ്രീത്വം ഇല്ല എന്ന് പറയത്തില്ലേ, ഒരു ഐശ്വര്യം ഇല്ല എന്ന് പറയത്തില്ലേ, അതിതാണ്. നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അറിയാൻ കഴിയും ആ സ്ഥലത്തെ പോസിറ്റീവ് എനർജി എത്രത്തോളം ഉദംഗ ശ്രേണിയിലാണ് നിൽക്കുന്നതെന്നുള്ളത് നമുക്കത് ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. ചില ക്ഷേത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ചെല്ലുമ്പോൾ. അപ്പോൾ അതാണ് ആ ശ്രീത്വമാണത്. അപ്പോൾ അത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പാലിച്ചാൽ നല്ലത്. പിന്നെ മനുഷ്യൻ എവിടെ കിടന്നാലും ഉറങ്ങാൻ പറ്റും അല്ലേ? അത് പട്ടിയെ പോലെ ഉറങ്ങണോ രാജാവിനെ പോലെ ഉറങ്ങണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അല്ലേ? അതിനുവേണ്ടിയാണ് ഈ വിശ്വാസങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഇതിനാൽ ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, കറുത്ത പാമ്പിന് പുറപ്പെടാൻ പാടില്ലെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഉദയത്തിന് മുമ്പാണെങ്കിൽ ഈ ഒരു ശകുനവും നോക്കേണ്ട കാര്യം ഇല്ല. അല്ലെങ്കിൽ ശകുനം നോക്കിയാൽ നല്ലത്, നമുക്കൊരു തിരിച്ചറിവ്, അല്ലാതെ ദോഷങ്ങൾ ഉണ്ടാകുമെന്നല്ല ഇതിൻ്റെ അർത്ഥം. അതാണ് പറയുന്നത്, ശകുനം അറിയാത്തവൻ ചെന്നറിയുമെന്ന് പണ്ടുള്ളവർ പറയാനുള്ള കാരണം ഇതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ശകുനത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും നല്ലതൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.